2A എന്താ പറയുന്നത്? 2A അത് വേണ്ട. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഇൻ എ ഡൈനാമിക് ബിസിനസ് വേൾഡ്. ഓക്കെ അല്ലേ? അപ്പോൾ എവിടെ ഉണ്ടാവും മക്കളെ? ആൻസർ കീഴിലുണ്ടാവും, നിങ്ങൾ നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ. തിയറി ആയതുകൊണ്ട് മാഷൊന്നും പറയില്ല, ഒന്നും പറയില്ലല്ലോ. യെസ്. ഇനി അടുത്ത് ബി നോക്കാം. എത്ര മാർക്കാണ് ആദ്യം നോക്കിക്കോ? 7 മാർക്ക്. അതിനുള്ള സാധനം തന്നെ ഉള്ളൂ. ഓക്കെ അല്ലേ? യെസ്. വായിക്കല്ലേ? എന്താ വായിക്കേണ്ടത്? ഫസ്റ്റ് വൺ ഏതാ? വായിക്കും. കളർ കളർ പെയിന്റ് അല്ലല്ലോ, ഞാനും വിചാരിച്ചു. ശരി. ഹോട്ടൽ കോൾഡ് FMCG കമ്പനിയാണ് അത്രേ. ആയിക്കോട്ടെ. അവരെന്താ പറയുന്നത്? മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിങ് 3 ഫ്ലേവർ ഓഫ് ഐസ്ക്രീം. 3 ഫ്ലേവർ ഓഫ് ഐസ്ക്രീം അവർ എന്ത് ചെയ്യുന്നുണ്ട്? മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ ഒന്ന് കുത്തി നോക്കും. ശരി. ഏതൊക്കെയാണത്? ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ ഏതാ? ബട്ടർ സ്കോച്ച്. ഇതിൽ ഏറ്റവും ടേസ്റ്റുള്ള ഏതാ? ബട്ടർ സ്കോച്ച് ആണ് അല്ലേ? ശരിയാ അല്ലേ? പലർക്കും പലതാവും. ദ ബാച്ച് സൈസ് ചോക്ലേറ്റ് ആണല്ലോ എപ്പോഴും. ആർക്കാണ്? അതെ. ബാച്ച് സൈസ് ഓഫ് ദ ഐസ്ക്രീം ഈസ് ലിമിറ്റഡ്. 1000 ഐസ്ക്രീം. മക്കളെ, ഐസ്ക്രീം ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ ഫ്രിഡ്ജ് ആൻഡ് ഐസ്ക്രീം മോൾഡ് ഓൺഡ് ബൈ ദ കമ്പനി. അത് ഉണ്ടാക്കാനുള്ള മോൾഡൊക്കെ കമ്പനി തന്നെ ഓൺ ചെയ്തു. പിന്നെ ഇപ്പോൾ ആരാണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഉണ്ടാക്കുള്ളൂ അല്ലേ? എന്താ അങ്ങനെയൊക്കെ പറഞ്ഞു? എന്തോ ആയിക്കോട്ടെ, വാടകയ്ക്ക് എടുത്തല്ല. നോക്കാം, ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. അടുത്തത് ബേസ്ഡ് ഓൺ ദ ബഡ്ജറ്ററി പ്രൊജക്ട് ദ ഇൻഫർമേഷൻ ഈസ് ലിസ്റ്റഡ് ബിലോ. ഡാർക്ക് ചോക്ലേറ്റ് എത്ര യൂണിറ്റ് ഉണ്ടാക്കുന്ന ഇതിൻ്റെ? 5 lakh. മറ്റെത്രയാ? 8 lakh. പിന്നെ എത്രയാ? 6 lakh. സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ട് ഓരോന്നിൻ്റെ. 80, 75, 60. ഡയറക്റ്റ് മെറ്റീരിയൽ 20, 15, 14. ഡയറക്റ്റ് ലേബർ 4 to 2. പിന്നെ ഹവേഴ്സ് പെർ 1000 യൂണിറ്റ് ബാച്ച്. അങ്ങനെ പറഞ്ഞാൽ 1000 യൂണിറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓരോ ഐസ്ക്രീം ആയിട്ടല്ല ഉണ്ടാക്കുക. എത്രയാ? പ്രൊഡക്ഷൻ നടത്തുമ്പോൾ 1000 എണ്ണത്തിനുള്ള സെറ്റപ്പിൽ എന്ത് ചെയ്യുമ്പോൾ ഉണ്ടാക്കി മറിക്കും. അതിന് ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് 20, 10, 10. അടുത്ത് ഫ്രിഡ്ജ് ഹവേഴ്സ്. ഫ്രിഡ്ജിൽ എത്ര മണിക്കൂർ വെക്കണം? 1 മണിക്കൂർ, 1 മണിക്കൂർ, 1 മണിക്കൂർ. ഫ്രീസ് ചെയ്യണ്ടേ? ഓക്കെ. അടുത്തേതാ? പാക്കേജ് ചെയ്യാനുള്ള അവർ എത്ര? 0.5, 0.5, 0.5. അടിയിൽ ഓവർ ഹെഡ് എന്നുണ്ട് മക്കളെ. 2 ഓവർ ഹെഡ് ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്നേതാ? ഓവർ ഹെഡ് കോസ്റ്റ് ഏതാ? ഫ്രിഡ്ജിൽ വെക്കാനുള്ള കോസ്റ്റും പാക്ക് ചെയ്യാനുള്ള കോസ്റ്റും. പിന്നെ ഡയറക്റ്റ് ലേബർ എത്ര ഉണ്ട്? ആക്ടിവിറ്റിയിൽ 24,000 ഹവേഴ്സ് ഉണ്ട് ലേബർ. അപ്പോൾ ഓവർ ഹെഡ് കോസ്റ്റ് എത്രയാണ്? 21 ലക്ഷം. പിന്നെ എത്രയാണ്? 210 ലക്ഷം. തെറ്റിപ്പോയി. പിന്നെ എത്രയാണ് അടുത്ത്? ഓക്കെ. യെസ്. ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ട്രഡീഷണൽ സിസ്റ്റം. 3 കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ? അല്ല, ആദ്യം 1, പിന്നെ 2-ൽ 2 ABC ഉണ്ട്. ആദ്യം പറഞ്ഞ ഏത് ബേസിലാണ്? ട്രഡീഷണൽ സിസ്റ്റത്തിൽ വിത്ത് ഡയറക്റ്റ് ലേബർ ഹവർ ആണ് ഏത് ബേസ്? അലോക്കേഷൻ ബേസ്. അറിയാലോ, ഫാക്ടറി ഓവറുടെ അബ്സോർബ് ചെയ്യാനുള്ള ബേസ് ഏതാണ്? ഡയറക്റ്റ് ലേബർ. അങ്ങനെ നമ്മുടെ അടുത്ത് ഏതൊക്കെ ചോക്ലേറ്റ് ഐസ്ക്രീം ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ മാത്രം എന്ത് കാണാനാണ്? പ്രോഫിറ്റ് പെർ 1000 ഐസ്ക്രീം. 1000 ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ എത്ര കോസ്റ്റ് വരുമെന്ന് കാണാനാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അത് ഏതിൻ്റെ മാത്രമാണ് മക്കളെ? ഏതിൻ്റെ? ചോക്ലേറ്റ്. എല്ലാത്തിൻ്റെയും വേണ്ട. ഇവിടെ ABC ഒക്കെ നോക്കണോ? വേണ്ട. ഏത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ ട്രഡീഷണൽ ബേസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? നോട്ട് ചെയ്യണം കേട്ടോ കാര്യങ്ങളൊക്കെ. ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം? നമുക്കൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. വേണ്ടേ? ഓക്കെ, ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാൽക്കുലേഷൻസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ പെട്ടെന്ന്. യെസ്. എന്താ ഹെഡിങ് എഴുതേണ്ടത്? നമ്പർ 1 ഏതാ? കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലേ? പ്രോഫിറ്റ്. കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുക. പ്രോഫിറ്റ് അണ്ടർ ഏത് മെത്തേഡാ? ട്രഡീഷണൽ കോസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്. പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടാവും. ഏതൊക്കെയുള്ളത്? ആദ്യം നിങ്ങൾ എത്ര രൂപയ്ക്ക് അത് വിൽക്കുക? റവന്യൂ സെയിൽസ് ചെയ്തട്ടെ. 1000 ഇൻറ്റു പറയും. ഒരെണ്ണത്തിന് എത്ര രൂപ പറയടാ? ചോക്ലേറ്റിന് എത്ര രൂപയുടെ മക്കളെ സെല്ലിംഗ് പ്രൈസ്? 75. അപ്പം 1000 ഇൻറ്റു 75 എത്ര വരും? 75,000.
മൈനസ് ഏതൊക്കെ കോസ്റ്റ് ഉണ്ടാവും? ഡയറക്റ്റ് മെറ്റീരിയൽ. ഏതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ പറഞ്ഞത്? 15 അല്ലേ? തെറ്റിപ്പോരുത്. 1000 ഇൻറ്റു ഏതാണ്? 15. അപ്പോൾ എത്ര വരും? 15000. അടുത്ത ഏതാ പറഞ്ഞത്? ഡയറക്റ്റ് ലേബറാണ്. ഡയറക്റ്റ് ലേബർ എത്രയാണ്? 1000 ഇൻറ്റു ഒരെണ്ണത്തിന് 2 അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ. എത്ര വരും അപ്പോൾ? 2000. ക്ലിയർ? ഇനി ഏതും കൂടെ ലെസ് ചെയ്യണം? ഓവർ ഹെഡും കൂടെ ലെസ് ചെയ്യണം അല്ലേ? അല്ല ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ലല്ലോ. മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് എഴുതിയിട്ട് ടോട്ടൽ ചെയ്തിട്ട് പ്രോഫിറ്റ് കണ്ടിട്ട് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. ഓവർ ഹെഡ് എങ്ങനെ പറയാം? അവിടെയാണ് കളി. ഓവർ ഹെഡ് എങ്ങനെ കാണും? ഓക്കെ, ഓവർ ഹെഡ് കാണാൻ ഏതാണ് ബേസ് പറയുന്നത്? ലേബർ. അപ്പോൾ വർക്കിംഗ് നോട്ട് ഉണ്ടാക്കണം. വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്താ കണ്ടത്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ്. എങ്ങനെയാണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ്. ഇക്വേഷൻ എന്താ? ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാണാൻ ടോട്ടൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബേസ്. പറയും മുത്തുമണികൾ. ടോട്ടൽ ഇവിടുത്തെ ബേസ് ഏതാ? ലേബർ ഹവർ. ഒക്കെ കൃത്യമായി പറയുന്നില്ലേ ക്വസ്റ്റ്യനിലെ? എത്രയാണ് ടോട്ടൽ ഓവർ ഹെഡ്? നല്ല ശ്രദ്ധിക്കണം. ടോട്ടൽ ഓവർ ഹെഡ് അങ്ങനെ തന്നിട്ടില്ല, നമുക്ക് കണ്ടെത്തിക്കൂടെ? ഫ്രിഡ്ജിൽ വെക്കാനുള്ള കോസ്റ്റ് എത്രയായി? 210 ലക്ഷം. ഓക്കെ അല്ലേ? അതേപോലെ 150, അങ്ങനെ 360 ലക്ഷം ഡിവൈഡഡ് ബൈ ലേബർ ഹവേഴ്സ്. കണ്ടൂടെ? ഓൾറെഡി തന്നിട്ടില്ലേ? മൊത്തം ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് എത്രയാ? 24,000. അപ്പോൾ ഒന്ന് കണ്ടേ, 360 ലക്ഷം ഡിവൈഡഡ് ബൈ 24,000, 1500. ഓക്കെ അല്ലേ? 1500. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യം, എത്ര ലേബർ ഹവർ ആണ് ചോക്ലേറ്റിൽ വരുന്നത് അല്ലേ? ഈ ₹1500 പേർ ഏതാണ്? ലേബർ ഹവർ അല്ലേ? അങ്ങനല്ലേ പറഞ്ഞല്ലേ മക്കളെ? എന്താ ഉദ്ദേശിച്ചത്? 1 മണിക്കൂർ ലേബർ അവർ ഉണ്ടെങ്കിൽ അതിന് എത്ര രൂപ ഫാക്ടറി ഓവർഹെഡ് വരും? 1500. അപ്പൊ 2 മണിക്കൂറാണെങ്കിൽ എത്ര വരും? 3000. 10 മണിക്കൂറാണെങ്കിൽ എത്ര വരും? 10000. ഇവിടെ എത്ര മണിക്കൂറാണ്? 10 മണിക്കൂറാണ്. അപ്പൊ 10 ഇൻറ്റു എത്രയാ? 1500. ടോട്ടൽ എത്ര വരും? 15000. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് ലെസ് ചെയ്താൽ എത്ര വരും? എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? 75,000 ആദ്യം എന്ത് ലെസ് ചെയ്യണം? ഡയറക്റ്റ് മെറ്റീരിയൽ 15000 ലെസ് ചെയ്യൂ, ഡയറക്റ്റ് ലേബർ 2000 ലെസ് ചെയ്യൂ, ഓവർ ഹെഡ് എത്രയാ? 15000 ലെസ് ചെയ്യും. അപ്പോൾ എത്ര വരും? 43,000. ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ പോരെ? പ്രോഫിറ്റ് വരും 43,000. അടുത്തത് ക്വസ്റ്റിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോവാം. നമ്പർ 2 പറയൂ മക്കളെ, പൊന്നുമക്കളെ പറയൂ. അടുത്ത എന്താ കാണാൻ പറഞ്ഞുള്ളത് ക്വസ്റ്റ്യനിലെ? വായിക്കൂ. റൈറ്റ് അപ്പ് ദ ആക്ടിവിറ്റി കോസ്റ്റ് സിസ്റ്റം ആൻഡ് ചോക്ലേറ്റ് ഐസ്ക്രീം മാത്രമാണ്. ഒക്കെ ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇലാബറേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യം ഇല്ല. ഓക്കെ അല്ലേ? ഫസ്റ്റ് എന്ത് കാണണം? അവർ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. എന്ത് കണ്ടാൽ മതി? പറയൂ. കമ്പ്യൂട്ട് ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ റേറ്റ്, വിച്ച് മീൻസ് നമ്മുടെ സ്റ്റെപ്പ് 1 അല്ലേ? ഓക്കെ അല്ലേ? എന്താണ് കോസ്റ്റ് ഡ്രൈവർ റേറ്റ്? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫോർമാറ്റ് എഴുതേണ്ട ആവശ്യം ഇല്ലല്ലോ. എന്ത് ചെയ്താൽ മതി? ഓവർ ഹെഡിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അവിടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി തന്നിട്ടില്ലേ ഓവർ ഹെഡ്? ഫസ്റ്റ് ഓവർ ഹെഡ് ഏതാ? ഫ്രിഡ്ജ്. മനസ്സിലായ? ഫ്രിഡ്ജിൽ വെക്കാനുള്ള കോസ്റ്റ്, അതാണ് ഇവിടുത്തെ ഒരു ഓവർ ഹെഡ്. എത്ര വരും? 210 ലക്ഷം ഡിവൈഡഡ് ബൈ എത്ര? ഫ്രിഡ്ജിൽ എത്രയാണ് ടോട്ടൽ ഹവേഴ്സ് വെക്കേണ്ടി വരാം? 1,900 അല്ലേ? ഓക്കെ, അപ്പോൾ 1,900. അതേപോലെ ഫ്രിഡ്ജ് കഴിഞ്ഞാൽ അടുത്തേതാ? പാക്കേജിങ്. എത്ര സമയം വെക്കണം? 150 ലക്ഷമാണ് ഡിവൈഡഡ് ബൈ 950 പാക്കേജിങ് ഹവേഴ്സ്. ഓക്കെ, അപ്പോൾ എത്ര വരും? ആദ്യം 210 ലക്ഷം ഡിവൈഡഡ് ബൈ എത്ര? 1,900. 11,052.63. അടുത്തത് 150 ലക്ഷം ഡിവൈഡഡ് ബൈ 950 എത്രയാ? 15,789.47. ഇതെന്താണ്? പെർ ഫസ്റ്റത്തെ പെർ ഏതാ? ഫ്രിഡ്ജ് ഹവർ. ഗ്രേറ്റ്, ഫ്രിഡ്ജ് ഹവർ. അടുത്ത ഏതാണ്?
പാക്കിംഗ് ഹൗ ഗ്രേറ്റ്. ഇനി ഏതിൻ്റെ കണ്ടാൽ മതി? പരിപാടി കഴിക്കാം. സ്റ്റെപ്പ് ഏതാണ്? സ്റ്റെപ്പ് 2 അല്ല. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? ബി എന്താ പറയുന്നത്? എ കഴിഞ്ഞ് എന്താ? ബി എന്താ? കമ്പ്യൂട്ട് എസ്റ്റിമേറ്റഡ് ഓവർ കോസ്റ്റ് പെർ 1000 ഐസ്ക്രീമിൻ്റെ എന്താണ്? 1000 എണ്ണത്തിന് എന്ത് ചെയ്യണം? അപ്പോൾ സ്റ്റെപ്പ് 2 നമ്മുടെ ഇതിലേതാണ്? സ്റ്റെപ്പ് ഏതാ? 2. ഓക്കെ, കുറേ ഉണ്ട്. സ്റ്റെപ്പ് 2 നമ്മൾ കോസ്റ്റ് ഡ്രൈവർ റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് എഴുതാറില്ലേ? ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? കോസ്റ്റ് ഓഫ് ഏത് മാത്രം? ഐസ്ക്രീം. എത്ര എണ്ണത്തിൻ്റെ? 4000 യൂണിറ്റ്സ്. ഓക്കെ, യെസ്. അപ്പോൾ എത്ര വരും? ഫസ്റ്റ് എക്സ്പെൻസ് ഫ്രിഡ്ജുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ഓവർ ഹെഡ് ആയിട്ടപ്പോൾ പറയുന്നുള്ളൂ. എത്ര ഫ്രിഡ്ജുമായി ബന്ധപ്പെട്ടത്? എത്ര മണിക്കൂറാണ് ഫ്രിഡ്ജ് ഉള്ളത്? ഫ്രിഡ്ജ് മണിക്കൂർ. ഫ്രിഡ്ജ് 1 പിന്നെ പാക്കേജിങ് എത്രയാണ്? അരമണിക്കൂർ. അപ്പോൾ 1 × 11,052.63. മക്കളെ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്തോളൂ. വലിയ നമ്പർ അല്ലേ? ഇങ്ങനെങ്കിലും കാൽക്കുലേറ്റർ എടുക്കണേ. അടുത്തേതാ? പാക്കേജിങ് എത്ര വരും? 0.50. അത് എടുക്കേണ്ടി വരും. അതിനുള്ള മാത്സിൻ്റെ എബിലിറ്റി ഇൻറ്റു 0.5 എത്രയാ? 789.4.7 കഴിഞ്ഞു പരിപാടി. ഓക്കെ അല്ലേ? ആഡ് ചെയ്താൽ പരിപാടി 11,052.63 എത്ര വരും? 18,947.37 റൗണ്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഒരെണ്ണം കൂടി പറഞ്ഞിട്ടല്ലോ. എന്താ? ഇനി ഇതിൻ്റെ എന്താണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ്. മക്കളെ മുകളിലത്തെ അതേ സാധനം തന്നെയല്ലേ എവിടെ വരിക? എവിടെ മാറുക? നോക്ക്, സെയിൽസ് എത്ര വരിക? 75,000 നേരത്തെ ചെയ്ത തന്നെയല്ലേ? മെറ്റീരിയൽ എത്ര വരിക? 15,000. ലേബർ എത്ര വരിക? 2,000. എവിടെ മാത്രം മാറും? ഓവർ ഹെഡ് മാറും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കും. ABC. ഓക്കെ അല്ലേ? സെയിൽസ് എത്ര തന്നെ? 75,000. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എത്ര? 15,000. ലേബർ എന്ന് പറഞ്ഞാൽ 2,000. ഓവർ ഹെഡ് മാറും. തന്നിട്ട് നമ്മൾ കണ്ടെത്തി അല്ലേ? 18,947.37 പ്ലസ് 2,000 പ്ലസ് 15,000 മൈനസ് 75,000. പ്രോഫിറ്റ് 39,052.63 അല്ലെങ്കിൽ 4 എഴുതാം. ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ.